നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ഹോട്ട് വീൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മഹീന്ദ്രയുടെ വണ്ടികളോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് തോന്നും. മഹീന്ദ്രയുടെ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ ശരിക്കും നമുക്കത് മനസ്സിലാവും. ആ വണ്ടി മാത്രമല്ല, മഹീന്ദ്ര ആ കമ്പനി തന്നെ അവരുടെ സ്വന്തം കമ്പനിയാണ് എന്ന ആ ഫീൽ നമുക്ക് അവരുടെ സംസാരത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ മനസ്സും തൊട്ടറിഞ്ഞിട്ടാണ് മഹീന്ദ്ര അവരുടെ ഓരോ വണ്ടികളും പുറത്തിറക്കുന്നത്. അതുകൂടാതെ മഹീന്ദ്ര കമ്പനിയുടെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ഇന്ത്യക്കാരുടെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസും ഗ്രോത്തും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മനസ്സിനെ മഹീന്ദ്രയുമായി വല്ലാതെ അടുപ്പിച്ചത്. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1945 KC മഹീന്ദ്രയും ഗുലാം മുഹമ്മദും കൂടി ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കി. പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ്. ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് സൂട്ടാവുന്ന വിധത്തിൽ വില്ലീസ് ജീപ്പുകൾ അസംബിൾ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് അവർക്കൊരു ഇൻസ്പിറേഷൻ നൽകിയത് സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്യുന്ന ജീപ്പുകളുടെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ 2 ഇയേഴ്സിൻ്റെ ശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി മാറി. ഗുലാം മുഹമ്മദിന് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം പാകിസ്ഥാനിൻ്റെ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്ററും കൂടിയായി. അതേസമയം മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന പേര് മാറ്റി ധാരാളം യൂട്ടിലിറ്റി വെഹിക്കിൾസും ട്രാക്ടറുകളും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിലിറക്കി ഒരു സജീവമാകുകയും ചെയ്തു. കുറച്ചായെങ്കിലും ഇപ്പോഴും നമ്മുടെ യൂത്തിന് നല്ല ത്രിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര ഥാർ. ഷോറൂമുകളിൽ ആവശ്യക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് നമ്മുടെ ഥാറിനുള്ളത്. ഥാർ ഹേറ്റ് സ്റ്റാർ എന്നാണ് കമ്പനി ഈ വണ്ടിക്ക് നൽകിയ ഒരു ക്യാപ്ഷൻ. ഇതിൻ്റെ മീനിങ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഈ വണ്ടിയായിട്ട് ഉറപ്പായിട്ട് വേണം. പിന്നെ മഹീന്ദ്രയുടെ എല്ലാ വണ്ടികൾക്കുള്ള ആ റഫ് ലുക്ക് അല്ലെങ്കിൽ ഒരു പൗരുഷമുള്ള ഒരു മുഖഭാവം അവർ നൽകിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് നമ്മുടെ MM540യുടെ ഇൻഫ്ലുവൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നെ ഓഫ് റോഡ് ഡ്രൈവ് ലവേഴ്സിന് വേണ്ടി മഹീന്ദ്ര ഇറക്കിയ മറ്റൊരു വാഹനം ക്ലാസിക്കിൻ്റെ ചില ഫീച്ചേഴ്സും കൂടി നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഒരു റഫ് ലുക്ക് കൂടി പോയാൽ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ സെയിൽസ് കുറയുമോ എന്ന് പേടിച്ചിട്ടാവാം മഹീന്ദ്ര ഇതിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു യഥാർത്ഥ SUV എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. It's kind of great. ഇത്ര എന്താ പറയുക, ഓഫ് റോഡ് ഡ്രൈവിന് ശരിക്കും പറ്റിയൊരു വണ്ടിയാണ്. നമുക്ക് കാണാം, ഇറ്റ്സ് ലൈക്ക് 4 വീൽസിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ബിക്കോസ് മണ്ണിൻ്റെ കാരണമാവാം ഇതിങ്ങനെ ഒരുമാതിരി ചെറിഞ്ഞ് നിന്നത്. ബട്ട് എന്നാലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ശരിക്കും പറ്റിയൊരു വണ്ടിയാണ്. ആൻഡ് ജസ്റ്റ് സീ, നല്ല എന്താ പറയുക, നല്ല ഗ്രിപ്പോടാണ് വണ്ടി ഇങ്ങനെ നിന്നത്. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി എന്ന് പറയാൻ പറ്റും. പിന്നെ നല്ല ഒരു ഹാർഡ് ബോഡി ആയതുകൊണ്ട് അതിന് ഓൾസോ ഒരു സെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇറ്റ്സ് ലൈക്ക് ത്രില്ലിങ് അമേസിങ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് എവർ ഗെറ്റ് എ ചാൻസ്, പക്ഷെ കിട്ടിയ മിസ് ചെയ്യരുത്. ദിസ് ഈസ് എൻ എക്സലന്റ് വണ്ടി.
നമ്മുടെ മഹീന്ദ്ര ഥാർ. കസ്റ്റമൈസേഷൻ ആണ് മഹീന്ദ്ര ഥാറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. യൂസേഴ്സിൻ്റെ ആഗ്രഹം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ വണ്ടി പേഴ്സണലൈസ് ആക്കാൻ പറ്റും. പിന്നെ മഹീന്ദ്രയുടെ 3 സക്സസ് ആയ വണ്ടികളുടെ ഒരു കൊലാബറേഷൻ ആണ് നമ്മുടെ മഹീന്ദ്ര ഥാർ. ഇതിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ചേസസ് നമ്മുടെ സ്കോർപിയോ എന്ന വണ്ടിയുടെ ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ബൊലേറോയുടെ ആണ് ചേസസ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കമ്പനി ഇതിൻ്റെ പേര് ക്രോസ് ചേസസ് ആണ് അവർ വിളിക്കുന്നത് ഇതിന്. പിന്നെ ഓവറോൾ നമ്മുടെ ഥാറിൻ്റെ ഒരു ബോഡി പാനൽ MM 540 വാഹനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഥാറിന്. പിന്നെ വെൻ യു സീ ഓവറോൾ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു നല്ല ട്രഡീഷണൽ റഫ് ടഫ് ആൻഡ് റിജിഡ് ലുക്കാണ് നമ്മുടെ മഹീന്ദ്ര ഥാറിന് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഹാർഡ് സ്റ്റീൽ ബോഡിയാണ് നമ്മുടെ മഹീന്ദ്ര ഥാറിനുള്ളത്. ഇതിൻ്റെ റഫ് ആൻഡ് ടഫ് ലുക്ക് പോലെ തന്നെ ഒരു നല്ല റഫ് ആൻഡ് ടഫ് ഹാർഡ് സ്റ്റീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹൈറ്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഡിസൈൻ കേർവ്, ഒരു നല്ല കേർവാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണറ്റ്. ദെൻ വരുന്നത് നമ്മുടെ വീൽ ആർച്ചസ് നല്ല ഹൈറ്റും, നമ്മൾ ഇപ്പോൾ പഴയ ജീപ്സിൽ കണ്ട് അങ്ങനത്തെ നല്ല ഹൈറ്റുള്ള വീൽ ആർച്ചസ്. ആൻഡ് അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് കുറച്ചുകൂടി സ്റ്റൈലിഷ് അവർ ആക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് ഹെഡ്ലൈറ്റ്സ്, ഒരു നല്ല വിഡ്ത്തുള്ള ഫ്രണ്ട് ഗ്രിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല ഓഫ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഫ്രണ്ട് ബമ്പേഴ്സും കൂടി ഇതിൽ അവർ അവൈലബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വണ്ടിയിൽ കുറേ മോഡിഫിക്കേഷൻസ് വരുത്താം. ഫോർ എക്സാമ്പിൾ ഇത് ഗ്രിൽസിൽ നമ്മളൊരു മെഷ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ ലുക്ക് തന്നെ മാറും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നച്ച് ഗാർഡ്സിൻ്റെ പല മോഡൽസും പല സ്റ്റൈൽസും കൂടി നമുക്കൊരു ഓപ്ഷനായിട്ട് ഇതിൽ ഇടാൻ സാധിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന മഹീന്ദ്ര, വളരെ നല്ല ഷൈനി ഉള്ള ഒരു മഹീന്ദ്ര അവിടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ചെറുതായാലും അകത്തിരിക്കുമ്പോൾ ക്യാബിൻ്റെ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസിയും വളരെ ക്ലിയർ ആയിട്ട് പുറത്ത് റോഡ് കാണാൻ സാധിക്കും. ഒരു നല്ല ഹെവി വണ്ടിയിൽ പോകുന്ന ആ ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെറിയ വൈപ്പേഴ്സും കൂടി നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടോപ്സ് ആണ് നമ്മുടെ ധാരണ. അപ്പോൾ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടീനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൊത്തത്തിൽ നമുക്കിതിന് ഒരു ഹാർഡ് ടോപ്പ് ആക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ബാക്കിൽ ലൈക്ക് മൊത്തം ഇത് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ റോൾ ഓവർ ബാർസ് യൂസ് ചെയ്തിട്ട് ഒരു നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസും ആ റഫ് ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് അത് അങ്ങനെ ആക്കാം. പിന്നെ എന്താ പറയുക, നല്ലൊരു കംഫർട്ടബിൾ ജേർണിയും ഇഫ് യു ആർ എക്സ്പെക്ടിങ് അങ്ങനെ ഒരു ജേർണി, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മാത്രം ഡ്രൈവറും കോ ഡ്രൈവർ സീറ്റും AC യൂസ് ചെയ്യാൻ വേണ്ടി അത് മാത്രം ഹാർഡ് ടോപ്പ് ആക്കിയിട്ട് ബാക്കിൽ ഓപ്പൺ ചെയ്യുന്ന രീതി, ഇറ്റ്സ് കോൾഡ് ദി സെമി കാനപ്പി സ്റ്റൈൽ. അപ്പോൾ നമുക്ക് അങ്ങനെയും ആക്കാം. അപ്പോൾ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ആണ് നമ്മുടെ ധാരണുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോർസ് ട്രഡീഷണൽ ആയാലും നല്ല ഒരു പഴയ മോഡൽ ജീപ്പിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. നല്ല ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഡോർ. ദെൻ ഇതിൻ്റെ ഫുട് സ്റ്റെപ്സ് ഇപ്പോൾ നോർമൽ SUVസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഫീച്ചറായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഥാറിന് ശരിക്കും ഒരു ആവശ്യമുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ ഫുട് സ്റ്റെപ്സ്. ബിക്കോസ് കയറാൻ വേണ്ടി ഇത്രയ്ക്ക് ഒരു പ്രൊജക്റ്റഡ് ക്യാബിൻ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ വളരെ ഈസി ആയിട്ട് ഈ ഫുട് സ്റ്റെപ്സിന് യൂസ് ചെയ്യാം. ഥാർ
താറിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു സാധാ വീലാണ്. നമുക്കിത് മോഡിഫൈ ചെയ്ത് അലോയ് വീൽസ് ആക്കാം. ആൻഡ് അലോയ് വീൽസിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സ്പോർട്ടി അലോയ് വീൽസ് ആവാം, അല്ലെങ്കിൽ നോർമൽ സാധാ അലോയ് വീൽസ് ആവാം. ഇനിയിപ്പോൾ സ്പോർട്ടി അലോയ് വീൽസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ബൾജ്ഡും ഒരു സ്പോർട്ടി ലുക്കും കൂടി നമുക്ക് കൂടി വരും നമ്മുടെ താറിന്. ഇനി നമ്മൾ താറിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ താറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പവർ സ്റ്റിയറിംഗ് വിത്ത് AC ഓൾസോ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ സിസ്റ്റമാണ് നമ്മുടെ താറിനുള്ളത്. പിന്നെ ഒരു 4 വീൽ ഡ്രൈവിന് വേണ്ടി ഒരു നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ബോഗ് വോണർ എന്ന ഗിയർ നോബ്സും കൂടി അവരിതിൽ അവൈലബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് 4 വീൽ ഡ്രൈവിൽ തന്നെ നമുക്കൊരു 4 വീൽ ലോ ആൻഡ് 4 വീൽ ഹൈ എന്ന 2 മോഡ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6+1 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഫേസ് ടു ഫേസ് ബെഞ്ച് സീറ്റ്സ് ഫോർ 5 പീപ്പിൾ ആൻഡ് ഫ്രണ്ടിൽ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിന് വേണ്ടി അവർ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മൊത്തത്തിൽ കാണുമ്പോൾ നമ്മുടെ ക്യാബിൻ സ്പേസ് വളരെ സ്പേഷ്യസും നമുക്ക് ഈസി ആയിട്ട് ഈവൻ ഇവിടുന്ന് കയറി പോകാനുള്ള ഒരു സാധ്യത കൂടി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഒരു CRD എഞ്ചിനാണ് നമ്മുടെ താറിനുള്ളത്. പിന്നെ ദ എഞ്ചിൻ ഇസ് വെരി പവർഫുൾ, അറ്റ് ദ സെയിം ടൈം നല്ല ഈക്കോ ഫ്രണ്ട്ലി ടെക്നോളജി യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് നമ്മുടെ താറിന്. പിന്നെ വരുന്നത് എഞ്ചിൻ കപ്പാസിറ്റി ഓഫ് 2498 cc ആണ്. ആൻഡ് ഇതിൻ്റെ ടോക്ക് 247 Nm at 1800 to 2000 RPM. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്ര കുറവ് ഒരു RPMൽ ഇത്ര നല്ല ടോക്ക് കിട്ടുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ താറിൻ്റെ. പിന്നെ വരുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ. ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസ് ആണ് ആൻഡ് ബാക്കിൽ ഒരു ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് നമ്മുടെ താറിൽ അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇസ് അറൌണ്ട് 200 mm. സോ ഓഫ് റോഡ് ഡ്രൈവ്സിന് വളരെ ഈസി ആൻഡ് സ്മൂത്ത് ഡ്രൈവ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഇറ്റ്സ് അറൌണ്ട് 5.25 meters ആൻഡ് വീൽ ബേസ് ഓഫ് 2430 mm. സോ വളരെ ഈസി ആയിട്ട് യു ക്യാൻ ടേൺ ആൻഡ് യൂസ് ദ കാർ. ഈവൻ നല്ല റഫ് ടെറൈൻസിൽ ഓൾസോ വളരെ സ്മൂത്ത് ഡ്രൈവ് കൊടുക്കുന്നൊരു വണ്ടിയാണ് നമ്മുടെ താർ. ഇനി വരുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇറ്റ്സ് അറൌണ്ട് 60 liters ആൻഡ് പെർ ലീറ്റർ നമുക്ക് ഓൺ റോഡ് കിട്ടുന്ന മൈലേജ് അറൌണ്ട് 13 km/liter ആണ്. താർ CRD താർ എന്ന് പറഞ്ഞ മോഡൽ 2 മോഡൽ താർ അവൈലബിൾ ആണ്. DI എഞ്ചിനിലും CRD എഞ്ചിനിലും താർ അവൈലബിൾ ആണ്. ഈ 2 മോഡലും ഇന്ന് വളരെയധികം പോപ്പുലറൈസ് ആണ്, വളരെയധികം ആൾക്കാർക്ക് ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ 1 മാസം വെയിറ്റിംഗ് പീരീഡിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് താർ CRD. ഇതിൻ്റെ താറിൻ്റെ പ്രൈസ് CRD പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.5 lakhs-നാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കാൻ നേരത്തെ ഇതിന് താറിൻ്റെ എൻക്വയറി വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഓഫ് റോഡിങ് താറിൻ്റെ ടാഗ്ലൈൻ തന്നെ താർ ഹെയ്റ്റ്സ് സ്റ്റാർ എന്നാണ്. ആ താർ ഹെയ്റ്റ്സ് സ്റ്റാർ എന്നുള്ള ആ ടാഗ്ലൈനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ടാഗ്ലൈൻ വരത്തക്ക രീതിയിൽ അതിൻ്റെ ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരേപോലെ തന്നെ സിറ്റിയിൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് ഹൈ റേഞ്ച് മേഖലകളിൽ നിന്നും ഇതിന് എൻക്വയറി വരാറും ഈ വണ്ടി നമ്മൾ വിൽക്കുന്നത് ഈ 2 ഏരിയകളിലാണ്. ഓഫ് റോഡിങ്ങിന് നമ്മൾ ഹൈ റേഞ്ച് മേഖലയിലോട്ട് വണ്ടി വയ്ക്കുമ്പോൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഓഫ് റോഡിങ് ഇത് ഇത്ര മനോഹരമായിട്ട് 4 വീൽ ഡ്രൈവറോട് ഓഫ് റോഡ് ചെയ്യുന്ന വാഹനം മാർക്കറ്റിൽ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ വണ്ടി വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റി പർപ്പസിൽ ആൾക്കാർ ഒരു അഡ്വഞ്ചറേസിനും കസ്റ്റമൈസേഷനും താർ യൂസ് ചെയ്യുന്നുണ്ട്. താറിൻ്റെ കസ്റ്റമൈസേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ താർ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന വാഹനം താറാണ്. അതിന് TVS-ന് അത് ഓരോ ഡീലറാണ്. TVS-ന് നമുക്ക് തന്നെ താർ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വിങ് ഉണ്ട്.
അത് താർ ടി വി എസിൻ്റെ താർ കസ്റ്റമൈസേഷൻ വളരെയധികം പോപ്പുലറൈസുമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വണ്ടിയുടെ ഒരു പ്രിഫറൻസ് ഞങ്ങൾ പ്രിഫറിങ് ഏജ് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇത് യൂത്ത് മുതൽ അങ്ങേയറ്റം ഏജ്ഡായിട്ടുള്ള ആൾക്കാർ വരെ പ്രിഫർ ചെയ്യുന്നൊരു വെഹിക്കിളാണ്. അതേപോലെ തന്നെ NRIs വളരെയധികം പ്രിഫർ ചെയ്യുന്നുണ്ട് ഈ വാഹനം. ഫസ്റ്റ് ഓഫ് ഓൾ മാത്യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഹോട്ട് വീൽസ് ഷോ. ഹായ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഈ ഒരു ഹെവി വെഹിക്കിൾ സെഗ്മെന്റിൽ നമ്മുടെ ജീപ്സിന്റെ കുറേ മോഡൽസും കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മഹീന്ദ്ര ഇത് തന്നെ മേടിക്കണമെന്ന് എങ്ങനെ നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് വേണ്ടത് ഒരു ഓഫ് റോഡ് വണ്ടിയായിരുന്നു. അതിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ജീപ്പിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ വേറെ പുതിയ ഓഫ് റോഡേഴ്സ് നല്ലതില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കംഫർട്ടും കൂടി വേണമായിരുന്നു. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മേജറാണ്. മേജറാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എയർ കണ്ടീഷൻഡ് അല്ല, പൊടി കയറും, പിന്നെ വണ്ടി അതിൻ്റെ ഷോക്സ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ് താർ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് എന്തായാലും വേറൊരു ഓപ്ഷൻ ഇല്ല. ദിസ് ഈസ് ആൻ ഓഫ് റോഡർ. ഇറ്റ്സ് ദ ബെസ്റ്റ് ഓഫ് റോഡർ ഐ ക്യാൻ ഗെറ്റ് വിത്ത് ദ പ്രൈസ് മണി. അപ്പോൾ മാത്യു ഓഫ് റൈഡ് ഡ്രൈവ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? താരൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയായിരുന്നു? ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ സാധാരണ പ്രൊഫഷണൽ ഓഫ് റോഡിങ്ങിൽ പോകാൻ കുറവാണ്. നമ്മുടെ തോട്ടങ്ങളിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പം, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് മിഥുൻ, അവന് വയനാട്ടിൽ തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്. ഞങ്ങളപ്പം അതിനകത്ത് പോകും, പിന്നെ കാട്ടിൽ കയറും. പിന്നെ എനിക്ക് പാലക്കാടാണ് സ്റ്റേറ്റ്, പാലക്കാട് സൈലന്റ് വാലിയിലാണ്. അപ്പം നാച്ചുറലി ഒരു ഫോറസ്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് സുഖമായിട്ട് ഈ ജീപ്പായിട്ട് പോകാം. അപ്പം ആ ഒരു കംഫർട്ട് ഉണ്ട്. ഒരു മേജറായിട്ട് പോകുന്ന പോലെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇത് പക്ക സേഫാണ്. ഒരു 540യുടെ കംഫർട്ട് തന്നെ കിട്ടുന്നുണ്ട്, 540 പ്ലസ് ദ കാർ കംഫർട്ട്. നമ്മുടെ ഇപ്പം മഹീന്ദ്ര ഥാറിനെ അവർ കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഒരു ജീപ്പ് ആയാലും നല്ല AC-യും കുറച്ച് നല്ല കംഫർട്ട് ഫീച്ചേഴ്സ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഫാമിലി യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അധികം വുമൻ ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലോങ് ഡ്രൈവ്സ്. ഇഫ് ദേ ആർ യൂസ് ടു ദ ജീപ്പ് ഡ്രൈവ് ദെൻ ദേ ആർ ഓക്കെ. ഇപ്പം ഇടുക്കിയിലോ വയനാട്ടിലുള്ള ആൾക്കാർക്ക് ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ ഈ ജീപ്പിൻ്റെ ബാക്ക് സീറ്റിലിരിക്കുവാണെങ്കിൽ ഇത് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പം അത്രയും കംഫർട്ട് കിട്ടത്തില്ല. അപ്പം സ്ത്രീകളും കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ. ഇതിൻ്റെ ഒരു ജെർക്കിങ്, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ജീപ്പ്, അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ജീപ്പ്. അപ്പം ജീപ്പിൻ്റെതായ കംഫർട്ട് എന്ന് പറയുമ്പം മഹീന്ദ്ര മാക്സിമം ജീപ്പിലൊരു കംഫർട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പം ആ ഒരു കംഫർട്ടബിലിറ്റി പക്ഷേ അത്രയും യൂസ്ഫുൾ അല്ല ഫാമിലിക്ക്. നമ്മളിത് മെയിനായിട്ടും ഓഫ് റോഡിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്നത്. അതും തന്നെയല്ല, ഇപ്പം നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പം എൻ്റെ നാട് മലയോര പ്രദേശം, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ വണ്ടി വളരെ യൂസ്ഫുൾ ആണ്. അത്യാവശ്യം ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാലും ഷോർട്ട് ഡിസ്റ്റൻസ് ഇറ്റ്സ് വെരി ഗുഡ്. മാത്യുയുടെ കൂടെ മിഥുൻ ആണല്ലേ എപ്പോഴും ഓഫ് റോഡ് ഡ്രൈവ്സിൽ പോവാറ്? ഓക്കെ, അപ്പം മിഥുൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഒരിക്കൽ കുറുവ ഐലൻഡ്, വയനാട്ടിൽ കുറുവ ഐലൻഡിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഞങ്ങൾ സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന അല്ലാത്ത ഒരു ടെറൈൻ, ഒരു ഡിഫറെൻറ്റ് പുഴയിലേക്ക് ഇറക്കാനുള്ള ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു കാറ് സ്ലഷിൽ താഴുകയും, എന്നിട്ട് ഞങ്ങളിത് കയറിട്ട് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഈ ജീപ്പ് ഇറക്കും, ജീപ്പ് പകുതിയോളം സ്ലഷിൽ താഴുകയും ഉണ്ടായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തീരെ കയറി വരില്ല എന്നുള്ള വിചാരിച്ചിരുന്നപ്പോൾ പോലും 2 ഹൈയിലിട്ട്, വെറും 4 വീൽ ഡ്രൈവ് 2 ഹൈയിലിട്ടിട്ട് വെറും 2 ഹൈയിൽ ഞങ്ങൾക്ക് ആ വണ്ടി തള്ളിക്കയറ്റാൻ പറ്റുകയുണ്ടായി. അതൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ 4 ഹൈ ഇട്ടാൽ പോലും കയറുമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് താറുന്ന് കിട്ടിയത്. അപ്പം മാത്യു ആൻഡ് മിഥുൻ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഓൺ ഹോട്ട് വീൽസ്. നിങ്ങളുടെ നല്ലൊരു ത്രില്ലിംഗ്, ഈ എപ്പിസോഡിൽ ഒരു നല്ല ത്രില്ലിംഗ് ഇൻ്റർവ്യൂവും കൂടി കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. Hot Wheels. നൊസ്റ്റാൾജിയ സെഗ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസിക് ബ്യൂട്ടി കമ്മിങ് അപ്പ് നെക്സ്റ്റ്. ഗോ ആൻഡ് എൻജോയ് ദിസ്. എൻ്റെ പേര് നവീൻ, എടപ്പള്ളിയാണ് സ്വദേശം.
ഇത് 9068 G2 റോയൽ എൻഫീൽഡാണ്. ഇത് ഇംഗ്ലണ്ടുകാർ മിലിറ്ററി യൂസിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് അവരുടെ യൂസിന് ശേഷം ഡിസ്പോസൽ ചെയ്ത വണ്ടിയാണ്. അങ്ങനെ ലേലത്തിൽ ഇങ്ങനെയുള്ള കുറേ വണ്ടികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നിനെ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇത് റോയൽ എൻഫീൽഡ് G2 എന്ന് പറയുന്ന മോഡലാണ്. ഈ മോഡൽ 60 കാലഘട്ടങ്ങളിലാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ എൻജിൻ G2 13.5 കിലോ ക്രാങ്കുള്ള എൻജിനാണ്. ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ഒറിജിനൽ സൈക്കിൾ ഹബ്സാണ്. ഒറിജിനൽ എംബ്ലമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ മൈൽസാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം മൈൽസ് പെർ മീറ്ററാണ്. പിന്നെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് സ്വിച്ചുകളും ആംബ് മീറ്ററുകളും സ്വിച്ച് ഫിറ്റിങ്സും ലിവേഴ്സൊക്കെ കോയമ്പത്തൂർ പോയി ഞാനും എൻ്റെ അച്ഛനും കൂടി സംഘടിപ്പിച്ച് സെറ്റ് ചെയ്തതാണ്. പിന്നെ ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡ്സ് അന്നിറങ്ങിയിരുന്ന ടൈപ്പുള്ള ക്രാഷ് ഗാർഡ്സും പിന്നെ ഒറിജിനൽ ടാങ്ക് ടാപ്പ് പാഡ് ഇതെല്ലാം കോയമ്പത്തൂർ കുറേ നാളുകൾക്ക് പോയി സംഘടിപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. പുതിയ പലതരം വണ്ടികൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും റോയൽ എൻഫീൽഡ് തന്നെ തണ്ടർ ബേർഡ് ക്ലാസിക് അങ്ങനെ പലതരം വണ്ടികൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഈ വണ്ടിയായിട്ട് ഏറ്റുകൂട്ടാൻ ഒരുത്തനും തയ്യാറായിട്ടില്ല. കാരണം കോളേജിൽ തന്നെ ഇപ്പോൾ പലതരം എൻഫീൽഡ് അല്ലെങ്കിൽ തന്നെ പല വണ്ടിയും എടുത്താലും ഒരു 2-3 മാസം കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ പോവും. പക്ഷേ ഇവനെന്നും ഉണ്ടായാലും എല്ലാവർക്കും പുതുമയുള്ള ഒരു താരത്തെ പോലെ തിളങ്ങി നിൽക്കും. ഇതിപ്പോൾ ഏത് വണ്ടി ഇത് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ പവറും ഫീലും വേറൊരു വണ്ടിയിലും കിട്ടില്ല. അത് കാരണം ഈ വണ്ടി എന്നും എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് കൂടെ ഉണ്ടാവും. ഇന്ന് ഥാറിന്റെ ഒപ്പം നമ്മൾ എല്ലാവരും തന്നെ ഒരു നല്ല ഓഫ് റോഡ് ഡ്രൈവ് തകർത്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. ഈവൻ ദ ഹോൾ ഹോട്ട് വീൽസിന്റെ ടീം തന്നെ ഇന്ന് നല്ലൊരു ത്രില്ലാണ് ഇരിക്കുന്നത്. ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് ലൈക്ഡ് ഇറ്റ് ടു. മറ്റൊരു വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്.